ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ കെപ്പീസിൻ്റെ വെറൈറ്റീസാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതെൻ്റെ ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഫുൾ ബ്ലാക്ക് മൊസൈക്ക് ഗപ്പീസാണ് കാണിച്ചിരുന്നത്. എവിടെ ഫുൾ ബ്ലാക്ക് മൊസൈക്ക് വെൽവെറ്റ് ഗപ്പി. അത് തന്നെ. ഇതിനൊരു ബ്ലൂ ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. കണ്ട, അതല്ല ആ മെയിലിൽ പിടിക്കും. കൈ വരത്തില്ല, ഞാൻ എൻ്റെ കൈ പിടിക്കും. കണ്ടോ, കൈ കണ്ടോ. ഇതാണ് നമ്മുടെ ഫുൾ ബ്ലാക്ക്. ഇപ്പം നമുക്കിതിനെയൊക്കെ ഒന്ന്, ഇത് കണ്ടേ, ഫ്രിഡ്ജ് പെട്ടിയിലായിരുന്നു ഇറക്കിയിരുന്നത്. ഇത് 40ഓളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം ഉണ്ടടി മെയിലായിട്ടുള്ളത്? മെയിലും ഫീമെയിലും കറക്റ്റ് അത്രയും തന്നെ ഉണ്ട്. ഒരു 40 പെയറുണ്ട്. 40 പേരുണ്ട് ഇതിൽ. നമ്മളിത് സെയിലിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കണ്ട, ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്. നമ്മുടെ ഫുൾ ബ്ലാക്ക് ആണ്. അത്യാവശ്യം സെയിലിന് സൈസായിട്ടുണ്ട്. അതെ, ഇപ്പം നമ്മൾ ഇതിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിൽ നിറയെ ബേബീസ് ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ ആ ബ്ലാക്കിൻ്റെ ബേബീസിനെ എല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് ആൽഗേ വാട്ടർ ഫോം ചെയ്തിരിക്കുകയാണ്. അത് ആ പച്ച കളറ് വരുന്നത്. അതിൽ പ്രോബ്ലം ഒന്നുമില്ല, അത് ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വളരും. അടുത്തത് നമുക്ക് മോസ്ക ബ്ലൂ കാണിക്കാം. ഇതാണ് മോസ്ക ബ്ലൂ. കണ്ടോ, ഇപ്പോൾ നമ്മൾ മോസ്ക ബ്ലൂവിനെ ഗ്ലാസ്സിലെടുത്തതാണ്. ഇത് ജുവനൈൽ സൈസാണ്. എന്താണ്, സെയിലിനായിട്ടില്ല. ചെറിയൊരു ബ്ലൂ ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സൈസായിട്ട് മാത്രമേ നല്ല ബ്ലൂ കളറാവുള്ളൂ. ഇത് ഹൈബ്രിഡ് ഡ്രാഗൺ ആണ്. വന്നിട്ട് കാണിച്ചേടി. ഹൈബ്രിഡ് ഡ്രാഗൺ ഗപ്പീസ്. ഇങ്ങനെ പറയൂ. ഓക്കെ, കണ്ടോ, നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നോക്കാം. ഈ ഗപ്പീസിൽ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഈ ഡ്രാഗൺ ഗപ്പി കേട്ടോ. അതിൻ്റെ രഹസ്യവും കൂടി പറയാം. ഈ രഹസ്യം ഇതിനെ കണ്ട ഒരു കോബ്രയെ കണക്കിരിക്കുന്നുണ്ട്. കോബ്ര വേറെ ഉണ്ടെന്ന് തോന്നുന്നു. കോബ്ര വേറെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് എന്നൊന്നും എനിക്കറിയില്ല. യു മീൻസ് സ്നേക്കിനെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഇഷ്ടമാണ്. ഡ്രാഗൺ. ഓക്കെ, ഇതാണ് ഡ്രാഗൺ ഗപ്പീസിനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്. നല്ലോണം സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് എത്ര മന്ത്സായടി? ഇത് 3 months. ഇത് 3 months ആയതാണ്. എഗ്ഗൊക്കെ ഫോം ചെയ്തിട്ടുണ്ടല്ലേ, വേറൊക്കെ വീർത്തിട്ടുണ്ടല്ലോ ചിലത്. ഇത് 2 batch ഉണ്ട് ഇതിൽ. അപ്പം ഉണ്ട്, വലുതുണ്ട്. ഇതാണ് ഫുൾ ഗോൾഡ്. ഇത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഇതിൻ്റെ ബോഡി ഫുള്ളും ഗോൾഡൻ കളറായിരിക്കും. നല്ല സ്വർണ്ണം പോകുന്ന പോലെ ഇരിക്കും. നല്ല രസം ഇത് കാണാൻ. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കുറേ ബേബീസ് ആയിട്ടുണ്ട്. നമുക്ക് അതിനെയും കാണിച്ചു തരാം കേട്ടോ.
ബേബീസാണ്. ഇതിനെ ഞാൻ ഒന്നെടുത്ത് നോക്കാം. അത് പൊടി ബേബീസ് എത്തി അതിനകത്ത്. കണ്ട, ഇതിൻ്റെ ബോഡി ഫുൾ ഗോൾഡൻ കളറാവും. എനിക്ക് ഇതിൻ്റെ ഭയങ്കര 2 ഇഷ്ടമാണ്. ബാച്ചാണെന്ന് തോന്നുന്നല്ലേ? ഇത് 2 ബാച്ചുണ്ട്. ചെറുതുണ്ടോ വലുതുണ്ട്? ഇത് ശരിക്കും ഈ ഗപ്പിയുടെ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഭംഗി അതിനെ കാണാല്ലേ. ഇതിൻ്റെ മെയിലിനെയാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. നല്ല ഇയറൊക്കെ വെച്ചിട്ട് ഫുൾ ഗോൾഡൻ കളർ. എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ചോദിച്ചോ? ഓക്കെ. ഇത് നമ്മുടെ ഗോൾഡൻ ടെക്സിഡോടെ കുഞ്ഞുങ്ങളാണ്. ഇതും 2 ബാച്ചായിട്ടാണ് കിടക്കുന്നത്. ഇത് വലുതുണ്ട് ചെറുതുണ്ട്. നമ്മൾ വലിയ ഇതായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ബാച്ച് മാറ്റിയിട്ടിട്ടൊന്നുമില്ല. ഒന്നിച്ച് തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ള ഫുഡൊക്കെ അതിനനുസരിച്ച് കൊടുത്താൽ മതി. വന്നിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെക്സിഡോ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിലെടുത്ത് കാണിക്കുന്നത്. വേണ്ടേ, ഇതും 2 സൈസാണ് അല്ലേ? ഇതിൻ്റെ മെയിലിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മെയില് അതെ, അത് മെയിലാണ്. ഇത് നമ്മുടെ ചില്ലി റെഡ് അല്ലേ? പ്ലാറ്റിനം റെഡാണ്. വേണ്ടേ, നല്ല ഇയറൊക്കെ ഉള്ളത്. ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ വളർന്ന ബേബീസാണ്. അതെ, ഇയർ വന്നിട്ടുണ്ട് ചെറുത്. ഇവിടെ നല്ല ഇയറൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. സൈഡിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈറ്റ് ടെക്സിഡോയും ഇവിടെ തന്നെ വളർന്നതാണ്. ഇത് ഇവിടെ തന്നെ വളർന്നതാണ്. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതാണ് നമ്മുടെ നിയോൺ ബ്ലൂ. ഇതിനെ കാണാൻ നല്ല രസമാണ്. ഇത് നിയോൺ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് പൊടി കുഞ്ഞുങ്ങളാണ്. ഇത് ഒരു എത്ര ഡേയ്സ് എന്തോ ആയിട്ടുള്ളൂ. സംഭവം കാണിച്ചു തരാം. ഞങ്ങളുടെ ഫൈറ്റർ ഇവിടെ തന്നെ. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതെ, നമുക്ക് വളർത്താൻ പറ്റുമോ എന്നൊരു ട്രൈ. ഫൈറ്റർ ബേബീസ് കാണാൻ പറ്റുന്നില്ലല്ലേ? ഉണ്ട്. ഇത് ഞങ്ങൾ ഗ്ലാസ്സിലെടുത്ത് കാണിക്കാം കേട്ടോ. ഗ്ലാസ്സിലെടുത്ത് കാണിച്ചേക്കാം. ഇതാണ് നമ്മളെ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്ത ബേറ്റ ഫിഷ്. എല്ലാം വീട്ടിൽ തന്നെ ചെയ്ത ഇത് എല്ലാം ആണ്. പിന്നെ ബേറ്റായ കുറച്ച് പാടാണ്. ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ വളർത്തിയെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇത് പല കളറുണ്ട് കേട്ടോ, പല ടൈപ്പാണ്. കാണാൻ പറ്റും. ഇതൊക്കെ ഉമ്മയുടെ ചെടികളാണ്. ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ചെറിയൊരു കുളം അവിടെ ഉണ്ട്, അത് കാണിക്കാം. ഇതാണ്. ഇത് ഈ കുളവാഴ ചില സമയത്ത് പൂത്ത് നിൽക്കുന്ന രസമാണ്. കണ്ടോ, ഇതിലിപ്പോൾ ചെറിയ മുട്ടുണ്ട്. രാവിലെ വരുമ്പോൾ ഇത് പൂത്തേക്കും. ഇതിലെ മീനുകളൊക്കെ ഇത് മിക്സഡ് ഗപ്പീസാണ്. ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം സെയിലായിട്ട് ഇപ്പോൾ കുറഞ്ഞു അല്ലേ ലേഡി? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറച്ച് ബേറ്റ ഫിഷിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അതുവരേക്കും ബൈ.